എന്തൊരു കുടിയാടോ ഇത്? ഞാൻ കുടിക്കും, കുടിച്ച് കുടിച്ച് മരിക്കും. നല്ല ഭാസ്കര, മതി, നിർത്ത്. താൻ ആരാ എന്നെ ഉപദേശിക്കാൻ? ഞാൻ ഉപദേശിച്ചതല്ല. ഇനി ഇതേ ഈ പൈന്റും കൂടെ ബാക്കിയുള്ളൂ, ഇതെനിക്ക് വേണം. അത് വേണമെങ്കിൽ ഇനി പറഞ്ഞ പോലെ ഇനി മേടിക്കും. ഭാസ്കറിന് എന്തിനായി കാശൊക്കെ? ആരോ ശ്രദ്ധിക്കുന്നു. ഭാസ്കര, മദ്യം ഒന്നിനും ഒരു പരിഹാരമല്ല. വേദാന്തം ഒന്നും എന്നോട് ഓതണ്ട. തനിക്കില്ല അഞ്ചാറെണ്ണം. നമ്മള് മക്കളെ പോറ്റുന്നത് തീ തിന്നാനാ. നീ കുഞ്ഞുണ്ണിയെ മാത്രം കുറ്റപ്പെടുത്തണ്ട. ആ ഡാഡി എന്ന് പറഞ്ഞവൻ ആളത്ര ശരിയല്ല. അവൻ എന്നെ തോക്കി കൊണ്ട് പേടിപ്പിച്ചു. പിന്നെ തോക്ക്, ഭാസ്കറിന് തോക്കും കോപ്പൊന്നും വേണ്ട. എന്റെ മോനെ മയക്കെടുത്ത ആ പുല്ലിന്റെ മോനുണ്ടല്ലോ, ഈ സോഡ കുപ്പിയോണ്ട് ഭാസ്കര, ആ തെണ്ടി നമ്മുടെ ഫോട്ടോ എടുത്തെന്നാ തോന്നേ. ആരോട് ചോദിച്ചിട്ടാ ഫോട്ടോ എടുത്ത? അപ്പനോട്. അയ്യോ പ്രാണേ, നിന്നെ ഞാൻ വെറുതെ വിടാൻ പോണില്ല. ആൾമാറാട്ടം നടത്തിയതിന് നിനക്ക് കഠിന തടവ്, കൂട്ടുന്നതിന് നിനക്ക് വെറും തടവ്. പോയി തടവടാ, കാണിച്ചു തരാവടാ പുല്ലുകളെ. പന്നി, നീ കൊറേ കാലമായി കാണിക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് എന്താണ് അറിയണ്ടേ? ഈ ഡ്രൈവർ ഭാസ്കരൻ തന്നെയാടാ നീ അന്വേഷിച്ചോണ്ടിരിക്കുന്ന ഭാസ്കര പിള്ള. നീ എന്താടാ പുളുക്കോ? ചെന്ന് സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യടാ. റിപ്പോർട്ട് ചെയ്യടാ. സോഡ കിട്ടൂ. ഇതുകൊണ്ട് നീ എന്താക്കണം നീ ഞാൻ കാണട്ടെ. കച്ചടാ ഇത് ഞാൻ പോണ വഴിക്ക് ഗണപതിരെ നടയിൽ ഉടച്ചോളടാ. നീ യൂറിൻ പാസ്. സോറി, ഫിലിം എന്റെ എല്ലാം പോയി. നമ്മളിനി കാണില്ലേ ഡാഡി? അയ്യേ, മോനെന്താ അങ്ങനെ പറഞ്ഞ? അല്ല, സീത മിസ് വഴക്ക് പറഞ്ഞോണ്ട്. സത്യം പറ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഡാഡി എന്നെ ഇവിടെ കൊണ്ട് വിട്ടത്? ഹേയ്, ഒരിക്കലുമല്ല. ഉറക്കത്തില് പലതവണ മോൻ അച്ഛനെ കാണണമെന്ന് പറഞ്ഞു. പിന്നെ ചക്കരയുടെ അച്ഛനോട് ഒറ്റയ്ക്കല്ലേന്ന് ഓർത്തപ്പോ മോൻ ചെല്ലേ. എനിക്ക് പേടിയാവുന്നു. അച്ഛൻ എന്നെ എന്ത് ചെയ്യുന്ന എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ കുഞ്ഞുണ്ണി, പേടിക്കാൻ ഒന്നുമില്ല. അച്ഛൻ ഡീസൽ അടിച്ച് ഓഫായതാ. ആഹാ, നല്ല പൂക്കുറ്റിയല്ലേ. പടാ, നമുക്ക് പോവാം. അച്ഛനെ ഈ കോലത്തില് തനിച്ചാക്കിട്ടോ? പിന്നല്ലാതിപ്പോ ഡാഡി പൊയ്ക്കോളൂ, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. എങ്ങനെ നീ മാനേജ് ചെയ്യൂടാ? അതൊക്കെ ഉണ്ട്. ഈ കേസ് ഞാൻ എത്ര അറ്റൻഡ് ചെയ്തതാ ഡാഡി. ഡാഡി ധൈര്യം പൊയ്ക്കോളൂ. ഉറപ്പാണേ? ഉറപ്പ്. ഡാഡി പൊയ്ക്കോളൂ, അച്ഛനെ ഞാൻ ഉണർത്തിക്കോളാം. അപ്പൊ ഓക്കെ. ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ. അച്ഛാ, 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 ഇനി പഴയ പരിപാടി തന്നെ.
മോർണിംഗ്. അച്ഛൻ എന്നോട് പിണക്ക? വേണ്ട, നീ അച്ഛനോട് മിണ്ടണ്ട. നിനക്കിപ്പോ വേറെ ഡാഡി ഉണ്ടല്ലോ. പോ, നീ അവനൂടെ പോയിക്കോ. അച്ഛൻ എന്നെ തല്ലിയതുകൊണ്ടല്ലേ ഞാൻ ഡാഡിയുടെ കൂടെ പോയത്. കുഞ്ഞുണ്ണി, ഡാഡി എന്നുള്ള നിന്റെ ഈ വിളി അച്ഛനെ തീരെ സഹിക്കുന്നില്ല. കണ്ണി കണ്ടവനൊക്കെ ഡാഡി എന്ന് വിളിക്കുമ്പോ നിന്റെ നെഞ്ചാ പൊട്ടണേ. അതങ്ങനെ ആയിപ്പോയി അച്ഛാ. എനിക്കാണെങ്കിൽ അത് മാറ്റാനും പറ്റുന്നില്ല. അച്ഛൻ കരുതുന്ന പോലെ അല്ല ഡാഡി. ഡാഡി നല്ല ആളാ. ഒരു അടിപൊളി ഡാഡിയെ കിട്ടുന്നത് സ്കൂളിലും ഫ്രണ്ട്സിന്റെ മുന്നിലും ഒക്കെ ഒരു ഗമയല്ലേ അച്ഛാ? അപ്പൊ ഇത് തുടരാൻ തന്നെ നിന്റെ പാവം. പറ, എന്നെ തനിച്ചാക്കിട്ട് നീ അയാളുടെ കൂടെ പോവോന്ന് പറയടാ. എടുത്തു ചാടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ക്രമേണ പറഞ്ഞു മനസ്സിലാക്കി നമുക്ക് അവനെ മാറ്റിയെടുക്കാം. അതുവരെ ഭാസ്കരൻ എല്ലാം സഹിക്കണം, ക്ഷമിക്കണം. എന്താ അച്ഛൻ എന്നെ തല്ലണോ? തല്ലിക്കോ അച്ഛാ? ഇല്ല, മോൻ ഇനി അച്ഛൻ തല്ലില്ല. അച്ഛൻ തല്ലിയിട്ട് മോൻ ഒരുപാട് വേദനിച്ചോ? സാരില്ല കേട്ടോ. മോൻ ചെല്ല്. ഇനി മോൻ കുളിക്കുന്നു, അച്ഛൻ ദോശ ചുടുന്നു. ഹാ, ചെല്ല് മോനെ. ഇന്ന് മോൻ അച്ഛൻ സ്കൂളിൽ കൊണ്ടുവിടുത്തേ. സ്കൂളിലോ? അല്ല, കവല വരെ. സത്യത്തിൽ സ്കൂളിൽ കൊണ്ടുവിടാൻ ആശയില്ലാഞ്ഞിട്ടാണോ അച്ഛന്? ഒരുപാട് നാളായി അച്ഛന്റെ നാടകം പൊളിക്കാൻ നടക്കുന്ന ഒരു പ്യൂൺ CID ഉണ്ട് അവിടെ. അയാളുടെ മുമ്പിൽ അങ്ങനെ പോയി പെട്ടാലോ എന്ന് പേടിച്ചിട്ടാ. ഞാൻ പറയുന്നത് സത്യമാണ് മാഡം. അവൻ കള്ളനാണ്, ചെറ്റയാണ്, കഞ്ഞിയാണ്. ഓക്കെ, ദയവായി മാഡം വിശ്വസിക്കണം. അവന്റെ തനി സ്വരൂപം ഞാൻ പലതവണ കണ്ടതാണ്. അവൻ ഡയമണ്ട് മർച്ചന്റ് ഒന്നും അല്ല. ആ പൊട്ടൻ ചെട്ടിയാരുടെ ലോറി പാഴ്സൽ സർവീസിലെ ഡ്രൈവറാണ്. ചേരിയിലാണ് അവന്റെ താമസം. കുടിച്ചിട്ടുണ്ടോ? അമ്മച്ചാണില്ല. പിന്നെന്താണ് ഡേർട്ടി സ്മെൽ? അയ്യോ മാഡം, ഞാനായിട്ട് കുടിച്ചതല്ല. ആ തെണ്ടുകളെല്ലാം കൂടെ എന്നെ കുടിപ്പിച്ച് കിടത്തിയതാ. കണ്ടില്ലേ, അവന്റെ തനി സ്വരൂപം പകർത്താൻ നോക്കിയതിന് അടിയും തന്ന് ക്യാമറയും ചവിട്ടി പൊളിച്ച് ഫിലിമിനെ ഊരി തോളിക്കൊണ്ടിട്ട് തന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരാൾമാറാട്ടം നടത്തി അയാൾ മകനെ ഇവിടെ പഠിപ്പിക്കേണ്ട കാര്യം എന്താ? കാര്യം എന്താ? എന്തായാലും ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റത്തില്ല. മാഡം വളരെ ഗൗരവമായിട്ട് ഇതിനെ പറ്റി അന്വേഷിക്കണം. അതാ വന്നല്ലോ. അച്ഛനെ പറ്റി മോനോട് മാഡം തന്നെ നേരിട്ട് ചോദിക്കണം. പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ ചൊല്ല്. Did you call me, madam? Yes. കുഞ്ചുണ്ണി, what's your daddy? ബിസിനസ്. താൻ കേട്ടില്ലേടോ? അപ്പൊ മാഡം എവനെ വിശ്വസിച്ചല്ലേ? എവനെടുത്ത് ഞാൻ ചോദിച്ചാലേ ശരിയാവുള്ളൂ. മോനെ സത്യം പറയണം, മോന്റെ ഡാഡി എവിടെയാ താമസം? ബംഗ്ലാവിൽ. ബംഗ്ലാവ് എന്ന് വെച്ചാ വലിയ ഗാർഡനൊക്കെ ഉള്ള വലിയ ബംഗ്ലാവ്. ഇവൻ അച്ഛന്റെ മോനല്ല, അച്ഛന്റെ അച്ഛനാണ്. അച്ഛൻ അരക്കള്ളനെങ്കിൽ ഇവൻ മുക്കക്കള്ളനാണ്. കറിയച്ഛൻ, you are going too far. Okay, me go. മാഡം, Shut up and get lost. എന്നെ ആരും വിശ്വസിക്കണല്ലോ എന്നെ കർത്താവേ. നിൽക്ക്. ഏത് ഡാഡിയെ കുറിച്ചാ കുഞ്ഞുണ്ണി ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നേ? എന്റെ ഡാഡിയെ കുറിച്ച്. മനസ്സിലായില്ല. നോക്ക്, എല്ലാം അറിയാവുന്ന ഒരാളെങ്കിലും ഇവിടെ ഉണ്ടെന്ന് ഓർമ്മ വേണം. അതാരാ? ഈ സീതാ മിസ് തന്നെ. സീതാ മിസ്സിന് എല്ലാ സത്യങ്ങളും എനിക്കറിയാം. സോ അവിടെ പറഞ്ഞതൊക്കെ തൽക്കാലം രക്ഷപ്പെടാനുള്ള നുണകൾ മാത്രമാണെങ്കിൽ ഓക്കെ. അതല്ല, കുറച്ചു നാളായി കുഞ്ഞുണ്ണി തലയിൽ കയറ്റിവെച്ച് നടക്കുന്ന ഒരു ഡാഡി ഉണ്ടല്ലോ, ആ ഡാഡിയെ മോഹിച്ച് പറഞ്ഞതാണെങ്കിൽ. ലുക്ക്, കുഞ്ഞുണ്ണിക്ക് ഒരേ ഒരു ഡാഡി മാത്രമേ ഉള്ളൂ. അത് ഭാസ്കരനാ. മോനെ പഠിപ്പിച്ച് വലിയവനാക്കാൻ പാടുപെടുന്ന പാവം ഭാസ്കരൻ. ഡോണ്ട് ഫോർഗെറ്റ്. എന്താ പറഞ്ഞ ടീച്ചറെ? പാവം കുഞ്ഞുണ്ണിയുടെ ഡാഡി. പാവം എന്നല്ല, കുഞ്ഞുണ്ണിയുടെ ഡാഡിയെ കുറിച്ച് വേണ്ടാതീനം പറഞ്ഞു നടക്കുന്ന ഈ കറിയച്ഛന് പാവം കിട്ടുന്നാ പറഞ്ഞത്. എന്റെ കർത്താവേ, എന്നെ കൊല്ല്, അല്ലെങ്കിൽ ഞാനങ്ങ് ചാവും. കറിയാച്ചന് വട്ടായിന്നാ തോന്നുന്നത്. തോന്നലല്ല, വട്ടായി. തമ്പി കൊണ്ടുവാടാ. தங்கவேலு, இதா நீங்க கேட்ட 1000 rupees. நம்ம பிளான் செய்த மாதிரி காரியங்கள் நடக்கணும். എനിക്ക് അവന്റെ മുഖം മൂടി വലിച്ചങ്ങ് കീറണം. எப்படியாவது அவனை பிரின்சிபல் மும்பி கொண்டுடணும். நம்ம கம்பெனி வண்டியில டிரைவர் வேஷத்துல வந்தா போதுமா? பிரமாதமான ஐடியா. சூப்பர் பிரெயின் மேன். ஓகே, மீதி எங்க? முதல்ல வேலை முடியட்டும், அப்புறம் பைசா தராம். பாக்கறா டேய், பாக்கறா. என்ன சார்? ஸ்கூல் வண்டி ரிப்பேர் ஆச்சு. ஆனால நம்ம வண்டியிலே இந்த பார்சலை ஸ்கூலுக்கு கொடுத்துறேன். അത് ഞാൻ തന്നെ പോണോ?
ഇവിടെ കുറച്ച് പണിയുണ്ട്. വണ്ടിക്ക് എന്താ കംപ്ലൈന്റ്? ഞാൻ ശരിയാക്കി തരാം. വേണ്ട വേണ്ട, തങ്കവേലു പറയണം കേട്ടാ മതി. പോടാ. സാർ ഞാൻ 10 വർഷമാ വർഷാപ്പിലെ മെക്കാനിക് വേല പാത്തിരിക്കேன். ഈ പാഴ്സല് കൃത്യസമയത്ത് പ്രിൻസിപ്പളുടെ മേശപ്പുറത്ത് ചെന്നില്ലെങ്കിലേ എന്റെ ജോലി തെറിക്കും. സാർ ഞാൻ சொன்னது கேளடா, அது தூக்கிட்டு போ. ആ, നിനക്ക് സ്കൂളിൽ നിന്ന് ഒരു എഴുത്തുണ്ട്. ഈ തെണ്ടി എന്താ ഈ വണ്ടിയില്? ആ മാനേജർ പാണ്ടി പറഞ്ഞിട്ടാ, അനുസരിക്കാതിരുന്നാൽ എന്റെ പണി പോവും, പിന്നെ എന്റെ മോന്റെ പഠിപ്പും കാര്യങ്ങളും. എടാ മണ്ടാ, നിന്നെ ഈ വേഷത്തിൽ കൊണ്ടുപോയി സ്കൂൾ സ്റ്റാഫിനെ എല്ലാം കാണിച്ച് മൊത്തം കുളവാക്കാനുള്ള അവന്റെ നമ്പർ ആവാ ഇത്. ഇനി ഞാൻ എന്ത് ചെയ്യാനാ? പിന്നെ എക്സ്ക്യൂസ് മീ. യെസ്. എന്താ അത് എലിപ്പനിയുടെ എന്താണ്? അന്നാ പാക്കരണ്ട് നീടി കിട്ടിയത് പോരെ? ഇപ്പൊ ബോഡി കണ്ടീഷൻ ഒക്കെ എങ്ങനെയുണ്ട്? മൂത്രമൊക്കെ എങ്ങനെ പോകുന്നു? മൂത്രം ഇപ്പൊ സെർന്ന് പറഞ്ഞാ പോണേ. ആഹാ. ഇനി എങ്ങനെ സർന്ന് പറഞ്ഞ് പോണ്ട, സർ അത് മതി. ഭാസ്കര, പാഴ്സൽ എടുത്ത് വണ്ടി തള്ളിക്കൂട്. വണ്ടി എടുത്തോണ്ട് പോടാ. ഒരു നമ്പർ. കണ്ണിൽ വരും കാഴ്ചയെല്ലാം കൺമണിയെ ഒറുക്കും, കാണാതെ കണ്ണുക്കുള്ള നെഞ്ചുക്കുള്ള എറുക്കും. ആ തക്ക് തക്ക് താളം കൊട്ടു. ഓ ആ മോം എന്നോ? അയ്യോ, ഞങ്ങളുടെ പിറന്നാൾ. അയ്യോ, ഒന്ന് കുഞ്ഞുണ്ണിയുടെ പിറന്നാളല്ലേ, അവന് നേരിട്ട് കൊടുത്താ മതി. എവിടെ നിന്റെ ഓമന തിങ്കൾ കിടാവ്? സ്കൂളിൽ നിന്ന് വന്നിട്ടില്ല. ക്ലാസ് മുടക്കണ്ടാലോ എന്ന് കരുതിയിട്ടാണല്ലോ പിറന്നാളാഘോഷം വൈകിട്ടേക്ക് ആക്കിയത്. ഇപ്പൊ വരും. അല്ല, ഭാസ്കരന്റെ മോൻ ഇന്നേക്ക് എത്ര വയസ്സായി? പിറന്നാൾ ദിവസം വയസ്സ് ചോദിക്കുന്നേ? പൈസ ചോദിച്ചോണ്ട് എന്താ കുഴപ്പം? എനിക്ക് 20 വയസ്സായിട്ട് 20 വർഷമായി. 40 വയസ്സിന് ഇങ്ങനെയും പറയാം. നിങ്ങൾ വായോ കേറി. 3 വയസ്സ് കുറച്ചവള്. മക്കളെ, പിന്നെ എന്തൊക്കെയുണ്ട് പിറന്നാൾ വിഭവങ്ങൾ? കോഴി ചിക്കനും ശർക്കര പായസം കൂട്ടി ഒന്നാന്തരം ഒരു ഊണ്. സംശയിക്കണ്ട, നമുക്കുള്ള ഡീസൽ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നാ പിന്നെ അടിച്ചു തുടങ്ങാം. ഇപ്പോഴോ? കുഞ്ഞുണ്ണി വരട്ടെ. അവനും അടിക്കൂ? എന്റെ പൊന്നു ചേട്ടൻ കുഞ്ഞുണ്ണിയുടെ ദിവസല്ലേ, അപ്പൊ അവൻ വന്ന് തുടങ്ങണമെന്നാണ് അതിന്റെ ഒരു ശരി. പിന്നെ ചേച്ചി, കുഞ്ഞുണ്ണിക്ക് ഞാൻ ഒരു പിറന്നാൾ സമ്മാനം കൊടുക്കണ്ട്. കേട്ടു പഠിക്കേ. കേട്ടോ ഭാസ്കര, ഇത്രയും കാലത്തിനിടയ്ക്ക് എനിക്കോ ഈ പിള്ളേർക്കോ ഒരു മുട്ടായി തൊണ്ട് പോലും വാങ്ങി തന്നിട്ടില്ലേ മനുഷ്യൻ? എടി നന്ദിയോട് പറയരുത്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇത്രയും പിള്ളേരെ തന്നില്ലോടി. നല്ല ചേട്ടൻ ഇതൊരു ജോലി ആയിട്ട് എടുക്കരുത്. കാലം മാറുമ്പോ നമ്മളും മാറണം. അല്ല, ഇതേതാ മോഡല്? ഇത് 99. അല്ല, പിറന്നാൾ സമ്മാനം കാണണ്ടേ? വായോ മക്കളെ, നിങ്ങളെല്ലാം അകത്ത മുറി ചെന്നിരിക്കെ. ഒന്നും തട്ടി പൊട്ടിക്കല്ലേ. ഭയങ്കര ന്യൂസൻസ്. ചേച്ചിയുടെ വിധി. ബ്രേസർ ലൈറ്റാ? ബ്രേസ്ലെറ്റ്. ബ്രേസ്ലെറ്റ് എത്ര പവനുണ്ട്? 3 പവനാ. കണ്ടോ? ഏതായാലും ഇന്ന് അവനെ ഞെട്ടിക്കാൻ തന്നെ തീരുമാനിച്ചു. പന്നിപ്പടക്കമുണ്ടോ? അതല്ല, നിങ്ങൾ കണ്ടോ, ക്ലാസ് കഴിഞ്ഞ് മോൻ വരുമ്പോ പതുങ്ങി പതുങ്ങി ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തിട്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയും, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുഞ്ഞുണ്ണി, ഹാപ്പി ബർത്ത്ഡേ ടു യു. Many happy returns of the day. Thank you, Daddy. Have it. Small piece. Thank you, dear. Thank you. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. A small gift for you. Oh, birthday present. Yeah. Oh, great. Super. ഇന്ന് ഇവിടെ എന്റെ കുഞ്ഞുണ്ണിയുടെ ബർത്ത്ഡേ നമ്മൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യൂലേ? ഓക്കെ? Okay. But Daddy. What happened? Daddy, അച്ഛൻ. That's okay. I will manage it. അച്ഛനോട് ഞാൻ പറഞ്ഞോളാം. Come on, enjoy. ഓ, സമയം ഇത്രയായില്ലേ? ഇനി എന്ത് പിറന്നാളാ? നക്ഷത്രം തന്നെ മാറി കാണും. നല്ല ചേട്ടാ, കുഞ്ഞുണ്ണി പിന്നെയും. എന്താ സംശയം? അവനാ ഡാഡിയുടെ ബംഗ്ലാവിൽ കാണും. അവിടെ ചെന്ന് വഴക്കുണ്ടാക്കാനൊന്നും ഇനി എന്നെ വിളിക്കരുത്. നല്ല ഒന്നാന്തരം തോക്ക അയാളുടെ ഇരിക്കുന്നത്. 5 ഉണ്ടോ 6?
അതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്. ഐ എം സോറി. ബർത്ത്ഡേ എന്ന് മോമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്തു. സമയം പോയത് അറിഞ്ഞില്ല. ഓക്കെ, മോന് ഞാൻ കൊടുത്തൊരു ബർത്ത്ഡേ പന്നെ കഴിവറ മോനെ, മനുഷ്യന്റെ സങ്കടം കണ്ടാ നിനക്ക് മനസ്സിലാവില്ലടാ പന്നി. ഭാസ്കര വിട് ഭാസ്കര. പൊലയാരി മോന്റെ പണിയാ തീർക്കി ഞാൻ. കൊഞ്ചിക്കാനും ലാളിക്കാനും നിനക്ക് എന്റെ മോനെ കിട്ടിയുള്ളൂ. മേലാൽ എന്റെ മോനെ കാണാനോ കൊഞ്ചിക്കാനോ വന്ന വലിയ മറ്റവന്റെ മോനാ നോക്കില്ല. വണ്ടി കയറ്റി കൊല്ലിയാൻ പുല്ലേ. ഭീഷണിയാണോ? വേണ്ട, ഭീഷണികളുടെ തലസ്ഥാനത്തുന്ന വരവ്. എന്നെ പേടിപ്പിക്കാൻ തൽക്കാലം ഈ പെർഫോമൻസ് ഒന്നും പോരാ. സി, നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞല്ലോ, ഒന്നും മനഃപൂർവ്വമായിരുന്നില്ല. പെട്ടെന്നുണ്ടായ ത്രില്ലിന്റെ പുറത്ത്. ഇവന്റെ സ്ഥാനത്ത് സാറാണെങ്കിലോ ഒന്ന് ചിന്തിച്ചു. കല്യാണം കഴിഞ്ഞ ഒരു അച്ഛനാവുമ്പോഴേ സാറിന് അവന്റെ വേദന മനസ്സിലാവും. സാർ ക്ഷമിക്കണം. ഒന്നും പറയുന്നില്ല, ഒന്നും പറയാനില്ലാത്തോണ്ടല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ നിന്നോട് ഇല്ല, എനിക്ക് ആരുമില്ല. എന്താ ഇത് ഭാസ്കര, നിനക്ക് എന്ത് പറ്റി? മതിയായി, എനിക്കെല്ലാം മതിയായി. ദാ, ദേ. தலைவரே தோ நிக்குது ஒரு பூசி பூசி. நீங்கெல்லாம் இங்கே இருங்க, நான் பாத்துக்கிறேன். ஏண்டா ஊட்டில இருக்கிறவன் தலையில எல்லாம் மண்ணு இருக்குதுன்னு நினைச்சியா? OMK கட்சியினுடைய கேரளா பிரான்ச் தலைவரா? யாரை ஏமாத்துற? பசி நான் சோறு போடுவேன், அடி நான் ரத்தம் கொடுப்பேன், உயிர் நான் உயிர் கொடுப்பேன். துரோகம் பண்ண நினைச்சா துண்டு துண்டா வைக்கிறேன். உலகத்துல எந்த மூலையில போய் ஒளிஞ்சாலும் சரி, கட்டி இழுத்துன்னு வந்து வெட்டி தள்ளிடுவேன். தலைவரே, அது உனக்கு 2 நாள் டைம். ஊட்டியை விட்டு காலி பண்ணிடு, இல்ல உன்னை நான் காலி பண்ணிடுவேன். தலைவரே, தலைவரே தலைவரேன்னு தலைவர் கழுத்துக்கு கத்தி வைக்கிறியா? ஜாக்கிரதை, சொன்னது ஞாபகம். முழுசா ஊரு போய் சேர மாட்டேன்.